സോ ഇറ്റ്സ് എ റാൻഡം ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ ഈ വീഡിയോ. ഞാൻ ചുമ്മാ ന്യൂ കാസിൽ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുക്കണം. സോ ലെറ്റ്സ് സീ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നടന്നുകൊണ്ടും നിന്നുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചമ്മൽ എനിക്കുണ്ട്. വണ്ടിയൊക്കെ വരുമ്പോൾ ഞാനിവിടെ പോസ് ചെയ്തിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. വണ്ടികളൊക്കെ പോയി കഴിയുമ്പോഴും ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. എല്ലാവരും നോക്കുമ്പോൾ ഒന്നും ഒരു ചമ്മൽ പോലെ. എനിവേ നല്ല വെതറല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാൻ. എനിക്കിഷ്ടമാണ് നല്ല സണ്ണി ആയിട്ടുള്ള ഡേയ്സ്, ആകാശം ബ്ലൂ കളറുള്ള ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു ചർച്ചാണ് കേട്ടോ. ഈ ചർച്ചിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു ചർച്ചാണ് കണ്ടോ. ഇവിടെ ഇപ്പോൾ ആളുകളൊന്നും പള്ളിയൊന്നും യൂസ് ചെയ്യാതെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ അവർ സർവീസസ് ഒന്നും ഇല്ല. ഇതൊരു പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. ഞാൻ ബസ് കാത്തിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഭയങ്കര കാറ്റാണ് പുറകിൽ. ബസ് കാത്ത് നിൽക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് ഒരു ലാസ്റ്റ് 10 minutes ആയിട്ട് ഇവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് വരുന്നു തോന്നുന്നു. ഞാൻ ആ വീഡിയോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബസ് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിന് കയറി ന്യൂ കാസിൽ വന്നിറങ്ങി. ഇതാണ് നമ്മുടെ എൽഡൻ സ്ക്വയർ. അത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂൾ അവധി ആയതുകൊണ്ട് ഇവിടെ നിറയെ കിഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മൂവി വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. ഇവിടെ എൽഡൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. ആളുകളൊക്കെ വന്നിരിക്കുന്ന ചില്ല് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഇന്ന് ഫുള്ള് കിഡ്സായിരുന്നു. കിഡ്സും അവരുടെ ഫാമിലി ഒക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ ന്യൂ കാസിലെ സിറ്റി സെൻറ്റർ. നല്ല വൈബുള്ള സ്ഥലമാണ്. ഇതാണ് കഴിച്ച് നമ്മൾ വന്ന ലൈബ്രറി. ഇതാണ് ലൈബ്രറി. തൊട്ടപ്പോയിട്ടുള്ള ആർട്ട് ഗാലറി ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ലൈബ്രറിയുടെ ഉള്ളിൽ പോകാം കേട്ടോ. നമുക്ക് ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്. ലൈബ്രറിയുടെ ഉള്ളിൽ ഭയങ്കര ക്വയറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോസ് എടുക്കാതിരുന്നത്. എന്താണേലും നമ്മൾ അടുത്തായിട്ട് നമുക്ക് ആർട്ട് ഗാലറി പോകാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹം കാണില്ലേ, ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും കഴിവ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കഴിവായിരിക്കും നിങ്ങളൊക്കെ പറയുക. അപ്പോൾ അതേപോലെ എനിക്ക് ആഗ്രഹമുള്ളൊരു കഴിവാണ് പടം വരയ്ക്കാൻ. അതായത് എനിക്ക് പെയിൻറ്റിങ് ചെയ്യാനുള്ള കഴിവ് വേണമെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ്റിങ് ചെയ്യുന്ന ആളുകളെ. എന്ത് ഭംഗിയായിട്ട് അവർ വരച്ച് വയ്ക്കുക അല്ലേ. ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്നൊരു കഴിവാണ് കേട്ടോ അത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ന്യൂ കാസിലെ ആർട്ട് ഗാലറി. ഒരുപാട് പെയിൻറ്റിങ്സ് ഇല്ല, പക്ഷേ ഉള്ളതെല്ലാം നല്ല രസമുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ 3-4 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അത് ഫ്രീ എൻട്രി കൂടിയാണ് കേട്ടോ. എനിക്ക് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്ന ചില ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. എങ്ങനെ ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇവർക്ക് പടം വരയ്ക്കാൻ പറ്റുക അറിഞ്ഞുകൂടാ. ഭയങ്കര വല്ലാത്തൊരു കഴിവ് തന്നെയാണിത്. അങ്ങനെ നമ്മളൊരു 1 hour ആർട്ട് ഗാലറിയിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് കുറേ പെയിൻറ്റിങ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇതൊക്കെ കണ്ടിങ്ങനെ നിന്ന് അപ്പോൾ അതൊക്കെ അടുത്ത ബസ് കയറി വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഇതൊരു 1 hour ട്രാവലുണ്ട് ബസ്സിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.